മനസ്സായാലോ? പൊളിക്കാം. മിമിക്രിയാണ് ചെയ്യാൻ പോകുന്നത്. കാസർഗോഡ് നിന്നും ഒരു ചേച്ചി വന്നിട്ടുണ്ട്. വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. സരിത ശിവൻ. ഹായ് ചേച്ചി, നമസ്കാരം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ. ആദ്യം തന്നെ ഒരു കോംപ്ലിമെന്റ് തന്നെ ഞാൻ തുടങ്ങട്ടെ. നല്ല സുന്ദരമായ ചിരി. ഇരിക്കുന്നതാണോ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. മിമിക്രി ആർട്ടിസ്റ്റ് ആണ് അല്ലേ? എങ്ങനെയാ, ഫുൾ ടൈം ആർട്ടിസ്റ്റ് ആണോ അതോ ഹോം മേക്കർ കം ആർട്ടിസ്റ്റ് ആണോ? എങ്ങനെയാണ് ജോലി ചെയ്യുന്നത്? അതായത് പാർട്ട് ടൈം എന്ന് പറയാം. പക്ഷെ പ്രൊഫഷണൽ ആണെന്നാലും 2016 മുതൽ ഈ മേഖലയിലുണ്ട്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ചുവടുവെപ്പ് എന്ന് പറയുന്നത് ഫ്ലവേഴ്സ് കോമഡി ഉത്സവം തന്നെയാണ്. അപ്പോൾ അതിലൂടെയാണ് ഞാൻ ഈ മിമിക്രി രംഗത്തേക്ക് കടന്നു വന്നത്. എത്ര വർഷമായി? 2016 മുതൽ. എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റാണ്, പ്രൊഫഷണൽ ആർട്ടിസ്റ്റും ആയി. അതെ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് 3 മക്കളാണ്, 3 പെൺമക്കള്. പിന്നെ മക്കളും മിമിക്രി ചെയ്യും. സ്റ്റേറ്റ് ലെവലിൽ എ ഗ്രേഡ് ആയിരുന്നു സ്കൂൾ കോമ്പറ്റീഷനിൽ. അമ്മയാണ് ഗുരു. മൂത്ത മോള് പേര് വർഷ, ഇനിയിപ്പോ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കാൻ പോകുന്നു. രണ്ടാമത്തെ മോള് ശിവാനി 10th. പിന്നെ ഇളയ മകള് നയോമിക UKG ആണ്. മൂന്നുപേരും മിമിക്രി ചെയ്യും. അപ്പൊ നമുക്ക് എന്തായാലും നേരെ ഇനി മിമിക്രിയിലേക്ക് പോവാം. ചേച്ചി, എന്താണ് ആദ്യത്തെ ഐറ്റം? ജയ ജയ ഹേ എന്ന സിനിമയിലെ നമ്മുടെ ബേസിലിന്റെ അമ്മയായിട്ടുള്ള കഥാപാത്രം ഉടസനാട് കനകം. അയ്യോ, അടിയൊന്നുമല്ല, ചവിട്ടെന്ന് പറഞ്ഞ എന്റെ ദൈവമേ, ഒരു മനുഷ്യന് ഇങ്ങനെ എടുത്തിട്ട് ചവിട്ടാവോ? ഇവിടുന്ന് ചവിട്ട് കൊണ്ട് എന്റെ ചെറുക്കം വീണത് അങ്ങ് ഗീതയുടെ പറമ്പിലാ. അവിടുന്ന് ആ പറക്കി എടുത്തോണ്ട് കൊണ്ടുവന്നത്. ഈ ചെറുക്കനെ ഒരു കിഴങ്ങനായി പോയതുകൊണ്ടല്ലേ അവൾ എടുത്തിട്ട് തട്ടുന്നത്. വാഴ 2 ഉണ്ടായിരുന്നു. വാഴ 2 ഉണ്ട്. പക്ഷെ എനിക്കത് പിന്നെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നെക്സ്റ്റ് അത് ചെയ്യാം. എങ്കിൽ നമുക്ക് അടുത്ത ഐറ്റം കണ്ടാലോ? അതെ, അടുത്തത് ജാഫർ ഇടുക്കിയാണ്. എടുത്താ പൊങ്കോന്നറിയില്ല, എന്നാലും സാറേ, ഞങ്ങള് ജാക്സൺ ബസാർ എന്നാ വിളിച്ചതല്ല സാറേ, ഞങ്ങള് പേരിട്ടത് അങ്ങനെയാ, ജാക്സൺ ബസാർ എന്ന്. ഞങ്ങളിവിടെ ഇടയായിട്ട് പൈപ്പിൽ വെള്ളം വരുന്നത് തോന്നിയ പോലെ സാറേ. അതിപ്പം ഇന്ന് വൈകിട്ട് വെള്ളം വന്നേയില്ല. സാറിനറിയാലോ, 4 ചുറ്റും വെള്ളാണേലും ഞങ്ങൾ കുടിക്കുന്നതൊക്കെ ആ പൈപ്പ് വെള്ളത്തെ ആശ്രയിച്ച. അടുത്തത് നിഷ സാരംഗ് ഉപ്പും മുളകും എന്ന സീരിയലിലൂടെ കടന്നു വന്ന. ഇതെന്താ ബാലു ഇത്? 8, 9 കേശു അവിടെ എങ്ങും പോയിരിക്കല്ലേട്ടാ, പല എഴുത്തുകളൊക്കെ ഉണ്ടാവും. വിഷ്ണു, നീ അച്ഛൻ്റെ ക്യാപ്ഷൻ കൂടെ കൊടുത്താ? ഇനി അടുത്തത് വെള്ളാപ്പള്ളി നടേശൻ സാറ്. ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം പുരുഷന്. അപ്പൊ ഈ ജാതി ഏതാണെന്ന് ചോദിച്ചാൽ ഞാനും ചങ്ങനാശ്ശേരി സുകുമാരൻ ചേട്ടനുമായിട്ടൊരു യോഗം കൂടുന്നത്. അതിനുശേഷം പ്രഖ്യാപിക്കും ജാതി ഏതാണെന്നുള്ള കാര്യം. പിന്നെ അടുത്തതായിട്ട് നമിത പ്രമോദ്. അങ്ങനെ ഒരിക്കലും കേറില്ല എന്നത് പറഞ്ഞില്ല. ഏതാണ്ടാവാൻ വേണ്ടി ഒട്ടും കൊരവയും പാട്ടും ഡാൻസും ഒക്കെ ഒരു ആപ്ലിക്കേഷൻ പോസ്റ്റ് ചെയ്തില്ലേ? അതിന്റെ കാര്യത്തിൽ തീരുമാനമാവട്ടെ, അപ്പൊ ആലോചിക്കാം. മാസ്റ്റർ പീസ് ഐറ്റം നമിത പ്രമോദ് ചേച്ചി? അല്ല, മാസ്റ്റർ പീസ് കാവ്യ മാധവന്റെ ലൈവ് വോയിസ് ആണ്. അത് ശരി. അപ്പൊ അടുത്തത് ഇനി ഏതാണ്? കാവ്യ മാധവൻ. അപ്പൊ മാസ്റ്റർ പീസ് ഐറ്റം ഇപ്പൊ കേൾക്കാം. ഞാൻ ഒരുപാടൊന്നും പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ. കാരണം പ്ലാൻ ചെയ്ത പോലെ ഒന്നുമല്ല ലൈഫിൽ നടക്കുന്നത്. നമ്മളൊന്ന് ചിന്തിക്കുന്നു, നമ്മളൊന്ന് പ്രതീക്ഷിക്കുന്നു, ദൈവം മറ്റൊന്ന് തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാടൊന്നങ്ങനെ ആലോചിച്ച് ഇനി അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് അതൊക്കെ പണ്ടേ നിർത്തി. ഞാൻ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടൊന്നും ഇപ്പോൾ ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. ഏതൊരവസ്ഥ വന്നാലും അത് തരണം ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഒരു പരിധിവരെ എന്നാണ് എൻ്റെ വിശ്വാസം. അടിപൊളി. അത് കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു അല്ലേ? അതെ, അത് ഐറ്റം വേറെ. ഇനിയുള്ളത് കാന്താര എന്ന സിനിമയുടെ ഒരു ബീജിയാണ്. കുറെ ആക്ടേഴ്സിനെ കേട്ടു, ഒരു ഇൻസ്ട്രുമെന്റ് കേട്ടു,
ഇനി എന്താ ചേച്ചി? ഇനി നമ്മൾ ഈ കോമഡി സിനിമയൊക്കെ ഉണ്ടാകുമ്പോൾ അതിന്റെ ബാക്ക് സൗണ്ട് ഒരു കോമഡി മ്യൂസിക് ഇടാറുണ്ട്. ശരി. അയ്യോ, അത് ഭയങ്കര കറക്റ്റ് ആയിട്ടുണ്ടല്ലേ? അതെ അതെ അതെ. പക്ഷേ എനിക്കൊരു സങ്കടകരമായ കാര്യം പറയാനുള്ളത് വെച്ചാൽ ഇപ്പോൾ നസീർ സാറ് പറഞ്ഞ പോലെ ഇതുപോലെ ഷോ ചെയ്യാനുള്ള ധൈര്യം ഉണ്ട്, പക്ഷെ പ്രോഗ്രാം കിട്ടുന്നത് കുറവാണ് പൊതുവെ സ്ത്രീകൾക്ക്. അതപ്പോ ഇനി കിട്ടിക്കോളും. അതെ, ഈ വേദിയിലല്ലേ വന്നത്. ഇത് ഐറ്റം വേറെ വന്ന് പോയിട്ടുള്ളവർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. താങ്ക് യു. ആ ഗണത്തിലേക്ക് അങ്ങ് എത്തും. ധൈര്യമായിട്ടിരുന്നോ, ഒരു കാര്യത്തിലും പേടിക്കണ്ട. അതെ. സരിത, ഒന്ന് ഈ പറഞ്ഞ പോലെ സരിതയുടെ ഒരു പവർഫുൾ ഉണ്ട്. മീനാക്ഷി പറഞ്ഞ പോലെ ഒരു പ്ലസ് ഉണ്ടായിരുന്നു. അത് തുടക്കം മുതൽ പിന്നെ ഒന്നും ചെയ്യുന്നതിന് ഒന്നും മടിയില്ല. തുടക്കം മുതൽ സ്റ്റാർട്ട് ചെയ്തു അവസാനം വരെ ഒരൊറ്റ വിടലായിരുന്നു. അതിൽ നല്ല പെർഫെക്ഷൻ ആയിരുന്നു. നമിത പ്രമോദൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ എന്താ മാസ്റ്റർ പീസ് കാവ്യ മാധവൻ നല്ല രസമുണ്ടായിരുന്നു. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് ഇല്ല, മരിച്ചുപോയി 2 വർഷമായി. ഓ അത് ശരി. ഓക്കെ. അപ്പം ഇപ്പം വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന? ഞാനിപ്പോ പെരിയ കേന്ദ്ര സർവകലാശാലയിൽ ഓഫീസ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഡെയിലി വേജ് ആയിട്ട്. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഇപ്പം സമയം പ്രാക്ടീസ് അതിനായിട്ട് സമയം കണ്ടെത്താറില്ല. നമ്മളിപ്പോൾ അടുക്കള ജോലി ചെയ്യുമ്പോഴായാലും അതിപ്പോൾ എന്തെന്നൊന്നുമില്ല, ചിലപ്പോൾ കുളിക്കുന്ന സമയത്തായിരിക്കും. ഒരു ഭ്രാന്തമായ അവസ്ഥ പോലെയാണ്. 24 മണിക്കൂർ വായി ഇങ്ങനെ ചറവറ ആയിരിക്കും. നന്നായിരിക്കും കേട്ടോ. എന്തായാലും ഈ പറയുന്ന പോലെ ഇനിയിപ്പം ഇത് ടെലികാസ്റ്റ് കഴിയുമ്പം ഒരുപാട് വേദികളൊക്കെ കിട്ടട്ടെ, ഒരുപാട് ഷോസ് ഒക്കെ കിട്ടട്ടെ. പ്രാർത്ഥിക്കാം. ഓൾ ദി ബെസ്റ്റ്. ഈ അവതരിപ്പിച്ചതിനേക്കാൾ കോൺഫിഡന്റ് ആണെന്നുള്ളൂ. വേദിനെ ഭയമില്ല. അപ്പൊ ധൈര്യമായിട്ട് പോകാൻ പറ്റും. പിന്നെ പ്രസന്റബിൾ ആണ്. ഒരു ആർട്ടിസ്റ്റിന് എന്താണ് വേണ്ടത് അതെല്ലാം ഒത്തിണങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ വോക്കൽ പവർ എന്ന് പറയുന്നത് നിസ്സാരമല്ല. അത് ട്രെയിൻ ചെയ്തെടുക്കുക. ഈ പറഞ്ഞല്ലോ, ഈ കുളിക്കുമ്പോൾ ചെയ്യുന്നു, ഇവിടെ ചെയ്യുന്നു, അതെല്ലാം ഗുണമേ ചെയ്യുള്ളൂ. നമ്മൾ അതിനോടുള്ളൊരു യഥാർത്ഥത്തിലൊരു മാനിഫെസ്റ്റേഷൻ തന്നെയാണ്. ഞാനത് ചെയ്തേ അടങ്ങും, ഞാനത് പ്രൂവ് ചെയ്യുന്നുള്ളത്. അങ്ങനെയാണ് നമ്മളൊക്കെ എത്തിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഞാൻ ഈ പ്രാക്ടീസിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മയത്. ഞാൻ സ്കൂട്ടിയിൽ ചെറുക്കള വരെ സ്കൂട്ടിയിലാണ് പോകുന്നത്. മല്ലത്താണ് എൻ്റെ വീട്. അപ്പോൾ സ്കൂട്ടിയിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ ഈ പ്രാക്ടീസ് ഇപ്പൊ ഈ പരിപാടിക്ക് വരാനെല്ലാം ഉണ്ടാകുന്ന സമയത്ത് സ്കൂട്ടി ഓടിക്കുന്നതേ ഉള്ളൂ, പക്ഷെ വായിൽ മൊത്തം ഡയലോഗായിരിക്കും. ഒരു ദിവസം ബാക്കിൽ ഒരു വണ്ടിക്കാരൻ ഇങ്ങനെ ഓർമ്മ, ഞാൻ കേട്ടിട്ടേ ഇല്ല, ഇതിൽ തന്നെ ഉണ്ടായി. എന്നിട്ട് ഇയാൾ പറഞ്ഞു ഇനി വട്ടാണോ. ഞാനിങ്ങനെ ചറവറ പറഞ്ഞോണ്ടിരിക്കുമ്പോ കൂടെ ആരാണ് ചേച്ചി വന്നത്? അമ്മയുണ്ട്. അമ്മ രാവിലെ മുതൽ ഇവിടെ ഓഡിയൻസ് ആയിട്ട്. അമ്മ വന്നിട്ടുണ്ടോ? ശരിക്കും അമ്മയാണ് ഐറ്റം വേറെ. രാവിലെ വന്നപ്പോ തൊട്ടിരുന്നതാണ്. അമ്മ നമ്മുടെ ഓഡിയൻസിന്റെ ഇടയിൽ ഇരിക്കണം. അമ്മ ഒന്ന് വേദിയിലേക്ക് വരുമോ? അമ്മ നമസ്കാരം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ. എന്താണ് അമ്മയുടെ പേര്? സരസ്വതി. അമ്മ ഐറ്റം വേറെയാണെന്ന് ചേച്ചി പറയുന്നുണ്ടല്ലോ, സരിത ചേച്ചി പറയുന്നുണ്ടല്ലോ. എന്താണ് അതിന് പിന്നിലെ ഒരു ഗുട്ടൻസ്? മക്കളൊക്കെ ഇങ്ങനെ പോകുന്നത് എനിക്ക് നല്ല ഇതുണ്ട്, ഇഷ്ടമാണ്. എത്ര മക്കൾ അമ്മയ്ക്ക്? 3, 2 ആണും ഒരു പെണ്ണും. ഇതെത്രാമത്തെ മോളാ? നടുക്ക്. ഓ അമ്മ, കാസർഗോഡ് വന്നിട്ട് ഈ സെറ്റപ്പ് ഒക്കെ എങ്ങനെയുണ്ട് മൊത്തം? നല്ല പോലെ ഉണ്ട്. അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ പരിപാടി ഉണ്ട് എന്ന് പറയുമ്പോ ആദ്യം അമ്മ പറയും ഞാൻ വരാൻ മോളെ ഒന്നിച്ചു. അപ്പൊ ഷുഗറും ഇല്ല പ്രഷറും ഇല്ല. അമ്മ നമ്മുടെ ഓഡിയൻസിന്റെ ഇടയിലിരുന്ന് എൻറ്റയർ എല്ലാ സ്കിറ്റുകളും കണ്ടു. എൻജോയ് ചെയ്തില്ലേ അമ്മ? അടിപൊളിയായിരുന്നു. ഓക്കെ. അപ്പൊ എന്തായാലും സരിതേച്ചി തുടർന്ന് ഒരുപാട് വേദികളൊക്കെ കിട്ടട്ടെ. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ വല്ലപ്പോഴും അല്ലേ, എപ്പോഴും പ്രോഗ്രാമുകൾ നിറഞ്ഞ് തിരക്കാവട്ടെ ഈ ഒരു വർഷം അല്ലേ? അതെ. അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും കാണാം, വീണ്ടും വരണം വേദിയിൽ കേട്ടോ. അമ്മ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പൊ ഒരുപാട് ചിരികളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം. Till then, this is Meenakshi Sudhi signing off from Flowers Comedy. ഇത് ഐറ്റം വേറെ. Good night.